lecture we will discuss about larynx and especially about the cartilages, or otherwise called as the skeleton of larynx. So we'll see the introduction about the larynx. So the larynx is otherwise called as the voice box because നമ്മുടെയൊക്കെ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ലാരിങ്സിലെ വോക്കൽ കോഡിൽ നിന്നാണ്. മനസ്സിലായല്ലോ. സോ ഇതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് മീൻസ് ഇൻ ദി ആൻറ്റീരിയർ നെക്ക്. ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി നെക്ക് ആൻഡ് ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം ദി റൂട്ട് ഓഫ് ദി ടങ് ടു ദി ട്രക്കിയ. ഇപ്പോൾ ടങ്, നമുക്ക് ടങ് അറിയാം അല്ലേ? വി നോ വാട്ട് ഈസ് ടങ്. ടങ്ങിൻ്റെ റൂട്ട് മുതൽ ട്രക്കിയ വരെയാണിത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. Okay, so if you want to compare with the vertebra, so it extends from the third cervical vertebra to sixth cervical vertebra. എവിടെയാണ് cervical vertebra സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നെക്കിലാണ്. മനസ്സിലായല്ലോ. അപ്പം തേർഡ് cervical vertebra മുതൽ സിക്സ്ത് cervical vertebra വരെയാണിത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൊണേഷൻ അല്ലേ? നമ്മുടെ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോയിസ് ബോക്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ലാരിങ്സ്. അതുപോലെ കഫ് റിഫ്ലക്സ്, എന്തെങ്കിലും ഫോറിൻ ബോഡീസൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുവാണെങ്കിൽ ഈ കഫ് സൗണ്ട് അല്ലേ, നമുക്കൊരു കഫ് ചെയ്യാനായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അത് ഇറ്റ് ബ്രിങ്സ് ഇറ്റ് ഔട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ്. അങ്ങനെയാണ് ഇത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, now we'll see the size of the larynx. So ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4.3 സെൻറ്റിമീറ്റർ ആണ്. മീൻസ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 4.2 ആൻഡ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത് 3.6. മനസ്സിലായല്ലോ. ലെങ്ത് ഈസ് 4.3 സെൻറ്റിമീറ്റർ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 4.2 സെൻറ്റിമീറ്റർ, ആൻറ്റീരിയർ പോസ്റ്റീരിയർ. സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സി. ഓക്കെ, ഈ യെല്ലോ കളറിലുള്ളതാണ് നമ്മുടെ ലാരിങ്സ്. മനസ്സിലായല്ലോ. സോ ഇത് യെല്ലോ കളറിലുള്ളതാണ് ലാരിങ്സ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലെങ്ത് 4.3 സെൻറ്റിമീറ്റർ ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ 4.2 ഉണ്ട്, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ 3.6. Okay, now we'll see the components. So the larynx it is made up of skeletal framework of cartilages. The first component that is the skeletal framework of cartilages. Then there are joints are there, then ligaments are there, then membranes are there which connect the cartilage and with cartilage. ഈ കാർട്ടിലേജിനെ കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് കാർട്ടിലേജ്, ജോയിൻസ്, ലിഗമെൻറ്റ്സ് ആൻഡ് മെംബ്രെയിൻസ്. ഈ കാർട്ടിലേജ് തമ്മിൽ പരസ്പരം 9 കാർട്ടിലേജ് ഉണ്ട്. മനസ്സിലായല്ലോ. ഈ 9 കാർട്ടിലേജസിനെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ജോയിൻസും ലിഗമെൻറ്റ്സും മെംബ്രെയിൻസും ഒക്കെ ഉള്ളത്. പിന്നെ മസിൽസ്. ഇത്രയാണ് എന്ത്, that is this, that they are the skeletal framework of the that is the components of larynx. So in this video we will discuss about the skeletal framework of, or the otherwise it is called as the cartilages of larynx. So it has got 9 as I told you already. It has got 9 cartilages ഉണ്ട്. അതിൽ 3 of them are unpaired. അതിന് പെയർ ഒന്നുമില്ല, സിംഗിൾ കാർട്ടിലേജ് ആണ്. ആൻഡ് 3 ആർ പെയർഡ്. അപ്പോൾ 3 പെയർ എന്ന് പറയുമ്പോൾ തന്നെ 3 × 2 6 ആയി അല്ലേ. പിന്നെ അൺപെയർഡ് ആയിട്ടുള്ള 3 കാർട്ടിലേജസ്. സോ ഫസ്റ്റ് we will see what are the unpaired cartilages. That is the epiglottis, thyroid and cricoid. ഇതാണ് അൺപെയർഡ് ആയിട്ടുള്ള കാർട്ടിലേജ്. ഇത് പെയർഡ് കാർട്ടിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ arytenoid, corniculate and cuneiform. So one by one we will discuss. First we will discuss about the thyroid cartilage. Okay, so here one arrow mark is given, no? That is the thyroid cartilage. You can see just below that the thyroid gland അല്ലേ. അതേപോലെ ഏകദേശം ഷേപ്പ് ഉള്ളതാണ് എന്ത്, തൈറോയ്ഡ് കാർട്ടിലേജ്. അതുകൊണ്ടാണ് നമ്മളിതിനെ തൈറോയ്ഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. തൈറോയിഡിൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ ഷേപ്പ് നോക്കി ഏകദേശം ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് വി കോൾ ഇറ്റ് ആസ് എ തൈറോയിഡ് കാർട്ടിലേജ്. മനസ്സിലായല്ലോ. ഇതാണ് ഏറ്റവും ലാർജ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഈസിലി വിസിബിൾ ഇൻ അഡൽട്ട് മെയിൽസ്. അഡൽട്ട് മെയിൽസിനത് ഈസിലി വിസിബിളാണ്. മനസ്സിലായല്ലോ. സോ അതാണ് ആദംസ് ആപ്പിൾ നമ്മൾ പറയല്ലേ. ആദംസ് ആപ്പിൾ നമ്മൾ ഒരു തൊണ്ടയിലൊരു മുഴ പോലെ കാണത്തില്ലേ, അതാണ് അഡൽട്ട് മെയിലിലെ ലാരിങ്സ് മീൻസ് thyroid cartilage. So
ഇതിന് 2 ഷീറ്റ്സ് ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അതി പിക്ചറിൽ തന്നെ കാണാം 2 ഷീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ആൻറ്റീരിയർലി ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലേ. വിച്ച് ജോയിൻ ആൻറ്റീരിയർലി ടു ഫോം എ ലാറ്റിജിയൽ പ്രോമിനൻസ് കോൾഡ് ആസ് ദി ആഡംസ് ആപ്പിൾ. മനസ്സിലായല്ലോ, 2 ഷീറ്റ് ഉണ്ട്, അത് രണ്ടും കൂടെ ആൻറ്റീരിയർലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, ഇതിനാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ ഷീറ്റിനും 2 സർഫസസ് ഉണ്ട്, ഒരു ഇന്നർ സർഫസ് ആൻഡ് ഒരു ഔട്ടർ സർഫസ്. ഓക്കെ, അങ്ങനെ 2 സർഫസ്, അതുപോലെ 4 ബോർഡേഴ്സ് ഉണ്ട്. അപ്പർ, ലോവർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ ബോർഡർ നമുക്ക് കാണാം. മേളിലൊരു ബോർഡർ, താഴെ ഒരു ബോർഡർ, പിന്നെ ഫ്രണ്ടിൽ ആൻറ്റീരിയറിൽ ഒരു ബോർഡർ, ബാക്കിലൊരു ബോർഡർ. അങ്ങനെയാണ് ഇതിൻ്റെ പാർട്സ്. ഓക്കെ, തൈറോയ്ഡ് cartilage, if it is clear, no? So now we will see about the next cartilage, that is the cricoid cartilage. പിന്നെ ഈ തൈറോയ്ഡ് കാർട്ടിലേജ് നമ്മൾ നമ്മൾ ഈ ബോർഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, മനസ്സിലായില്ലേ. ഈ അപ്പർ പാർട്ടിൽ ഇപ്പം നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റുമേ. ഈ അപ്പർ പാർട്ടിൽ ദ ആൻറ്റീരിയർ ബോർഡർ ആർ സെപ്പറേറ്റഡ് ബൈ എ തൈറോയ്ഡ് നോച്ച്. മനസ്സിലായില്ലേ. ഇപ്പോൾ നമുക്കൊരു നോച്ച് എന്ന് പറഞ്ഞാൽ ഒരു കുഴിവ് പോലെ കണ്ടിട്ടില്ലേ, മനസ്സിലായില്ലേ, ഒരു കുഴിവ് പോലെ കണ്ടില്ല, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് അപ്പർ പാർട്ടിൽ അത് ജോയിൻ ചെയ്തിട്ടില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കുഴിവ് പോലെ അവിടെ കാണുന്നത്, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് തൈറോയ്ഡ് നോച്ച്, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ പോസ്റ്റീരിയർ പാർട്ടിൽ ഇത് ഒരു ഹോൺ പോലെയാണ്. ഹോൺ എന്ന് പറഞ്ഞാൽ കൊമ്പ് പോലെയാണ് ഇത് പോസ്റ്റീരിയർ പാർട്ടിൽ കാണപ്പെടുന്നത്. ഒരു കൊമ്പ് പോലെയാണ് ഇത് പോസ്റ്റീരിയർ പാർട്ടിൽ കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പർ ബോർഡർ എന്ന് പറയുന്നത് അവിടെയാണ് തൈറോഹയോയിഡ് ലിഗമെൻ്റ് ഈസ് അറ്റാച്ച്ഡ്. നമ്മൾ വി സി അബൌട്ട് ദ ലിഗമെൻറ്റ്സ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, മനസ്സിലല്ലോ. ഇതാണ് അബൌട്ട് ദാറ്റ് ഈസ് അബൌട്ട് ദി തൈറോയിഡ് കാർട്ടിലേജ്. നൗ വി വിൽ സി നെക്സ്റ്റ് കാർട്ടിലേജ്, ദാറ്റ് ഈസ് ദി ക്രിക്കോയിഡ് കാർട്ടിലേജ്. സോ ഇതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടില്ലേ, ഇതിൽ ഈ വയലറ്റ് കളറിലുള്ളതാണ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഇതിൻ്റെ ഷേപ്പിൽ നിന്ന് തന്നെ അറിയാം ഇതിന് എന്തിൻ്റെ ഒരു ഷേപ്പാണ്, ഒരു വെഡ്ഡിങ് റിങ്ങിൻ്റെ ഷേപ്പാണത്, മനസ്സിലായല്ലോ. സിഗ്നറ്റ് റിങ്, അതായത് വെഡ്ഡിങ് റിങ്ങിൻ്റെ ഷേപ്പാണ്. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോസ്റ്റീരിയർ ക്വാഡ്രിലാറ്ററൽ ലാമിന ആൻഡ് ആൻ ആൻറ്റീരിയർ ആർച്ച്. മനസ്സിലായല്ലോ, പോസ്റ്റീരിയറിൽ അതുകൊണ്ടാണ് നമ്മൾ വെഡ്ഡിങ് റിങ് അങ്ങനെയല്ലേ കാണപ്പെടുന്നത് അല്ലേ, ഒരു ചതുര ഷേപ്പിൽ ഉണ്ട് അതിനല്ലേ, അതിന് പോസ്റ്റീരിയർ പാർട്ടിലുണ്ട്. പിന്നെ ആൻറ്റീരിയർലി അതിന് ആർച്ച്, മനസ്സിലായല്ലോ, ഫ്രണ്ടിലൊരു ആർച്ച് പോലെയാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ഹയാലിൻ കാർട്ടിലേജ്, ഇത് ഒരു ഹയാലിൻ കാർട്ടിലേജാണ്, മനസ്സിലല്ലോ. ഇതാണ് ദാറ്റ് ഈസ് അബൌട്ട് ദി ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഷേപ്പ് എന്താണ്, ഒരു സിഗ്നറ്റ് റിങ്ങിൻ്റെ ഷേപ്പാണ്. അതിലൊരു പോസ്റ്റീരിയറിൽ ഒരു ക്വാഡ്രിലാറ്ററൽ, മനസ്സിലായോ, 4 സൈഡുകളുള്ള ഒരു ലാമിനായും ഉണ്ട്. അതുപോലെ ആൻറ്റീരിയറിൽ ഒരു ആർച്ചും ഉണ്ട്. അല്ല, നമ്മുടെ വെഡ്ഡിങ് റിങ് അങ്ങനെ ഇരിക്കുന്നത് ഒരു ചതുരം പോലെ കാണും പേരെഴുതാനായിട്ട് അല്ലേ, മനസ്സിലായില്ല. അതാണ് ഈ ക്വാഡ്രിലാറ്ററൽ ലാമിന പോലെ. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് ഒരു തിന്നായിട്ടുള്ള ഒരു ആർച്ച് പോലെ ഇരിക്കുന്നത്, മനസ്സിലായല്ലോ. ഇതൊരു ഹയാലിൻ കാർട്ടിലേജാണ്. സോ വി ഹാവ് ഡിസ്കസ് അബൌട്ട് ദി cricoid cartilage. Now we will see next cartilage, that is the epiglottis. So this is last unpaired cartilage. So the unpaired cartilage is a thyroid cartilage, cricoid cartilage and epiglottis. ഇനി എപ്പിഗ്ലോട്ടിസിലേക്കാണ് കാണപ്പെടുന്നത് കണ്ടോ. ഇത് പിക്ചറിൽ നമ്മൾ ആരോ മാർക്ക് കാണുന്നത് ഒരു ലീഫിൻ്റെ ഷേപ്പുള്ളതാണ് എപ്പിഗ്ലോട്ടിസ്, കണ്ടോ, മനസ്സിലായല്ലോ. ഇത് ഒരു ലീഫ് ഷേപ്ഡ് ഇലാസ്റ്റിക് കാർട്ടിലേജാണ്, ഒരു ഇലാസ്റ്റിക് കാർട്ടിലേജ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, മനസ്സിലായി. ഇതിൻ്റെ ലോവർ എൻഡ് നാരോയാണ് അല്ലേ, ആൻഡ് ഇത് അറ്റാച്ച് ടു ദി ഇന്നർ സർഫസ് ഓഫ് ദി തൈറോയിഡ് കാർട്ടിലേജ് ബൈ എ ലിഗമെൻറ്റ്, മനസ്സിലായല്ലോ. ഇത് തൈറോയിഡ് കാർട്ടിലേജുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലോവർ എൻഡ്, മനസ്സിലായല്ലോ. അത് ലോവർ എൻഡ് നാരോ ആയിട്ട് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദി തൈറോയിഡ് കാർട്ടിലേജ് ബൈ എ ലിഗമെൻറ്റ്, മനസ്സിലായി. ലിഗമെൻറ്റാണ് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പർ എൻഡ് എന്ന് പറയുന്നത് ബ്രോഡ് ആൻഡ് അതാണ് ഫ്രീ, അതോടൊത്ത് കണക്ഷൻസ് ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ടാണുള്ളത്. ആൻഡ് ഇറ്റ്സ് ആൻറ്റീരിയർ സർഫസ് ഓവർ ഹാങ്സ് ദി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ഡോർസം ഓഫ് ദി ടങ്, മനസ്സിലായി. ഇതിൻ്റെ ആൻറ്റീരിയർ പാർട്ട് അപ്പർ എൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണല്ലോ. അപ്പർ എൻഡിൻ്റെ ഈ ആൻറ്റീരിയർ പാർട്ട് എങ്ങനെ ചെയ്യും, ഈ ടങ്ങിലേക്ക് ഇതിങ്ങനെ ഓവർ ഹാങ് ചെയ്യും, മനസ്സിലായല്ലോ. അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് ഇത് ചാഞ്ഞു കിടക്കും, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അവിടെ ഈ പാർട്ടിൽ 3 മ്യൂക്കോസൽ ഫോൾഡുകളുണ്ട്, മനസ്സിലായല്ലോ. ഈ ടങ്ങിൻ്റെ ഈ ഭാഗത്താണ് 3 മ്യൂക്കോസൽ ഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ചുളിവുകൾ, മ്യൂക്കോസയുടെ 3 ചുളിവുകളുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ സർഫസ് ഈസ് കവേർഡ് ബൈ എ മ്യൂക്കോസ ഓഫ് ലാരിങ്സ്. ഇതിൻ്റെ പോസ്റ്റീരിയർ സർഫസ് ലാരിങ്സിൻ്റെ മ്യൂക്കോസയായിട്ട് കവർ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഒരു ലീഫ് ഷേപ്പാണ്,
It is a type of elastic cartilage. Then ലോവർ എൻഡ് നാരോ ആണ്. അതെന്തുകൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? തൈറോയ്ഡ് കാർട്ടിലേജ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പർ എൻഡ് വളരെ ബ്രോഡും ഫ്രീയുമാണ്. ഇതെങ്ങോട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്? ഓവർ ഹാങ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആൻറ്റീരിയർ സർഫസ് ഡോർസം ഓഫ് ദി ടങ്ങുമായിട്ട് ഓവർ ഹാങ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ ഭാഗത്ത് 3 ഫോൾഡുകളുണ്ട്. അതിൻ്റെ പോസ്റ്റീരിയർ സർഫസ് ഈസ് കവേർഡ് ബൈ എ മ്യൂക്കോസ ഓഫ് ലാരിങ്സ്. ഇത്രയാണ് എന്താണ് അൺവയേർഡ് കാർട്ടിലേജ്, തൈറോയ്ഡ്, ക്രിക്കോയിഡ് ആൻഡ് എപ്പിഗ്ലോട്ടിസ്. Now we will see the paired cartilage. Paired എന്നറിയാം, പെയർ അല്ലേ, 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർട്ടിലേജാണ് അരിറ്റിനോയിഡ് കാർട്ടിലേജ്. നിങ്ങൾ ഈ പിക്ചറിൽ തന്നെ ശരിക്കും കാണാം, ഉണ്ടാരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. അരിറ്റിനോയിഡ് കാർട്ടിലേജ് 2 എണ്ണം ഉണ്ട്, ആ സൈഡിലും ഈ സൈഡിലും. മനസ്സിലായല്ലോ? അതിൻ്റെ ഒരു പിരമിഡിൻ്റെ ഷേപ്പാണ്. മനസ്സിലായല്ലോ? ഷേപ്ഡാണ്. ആൻഡ് ദാറ്റ് സിറ്റ് ഓൺ ദി ക്രിക്കോയിഡ് കാർട്ടിലേജ്. മനസ്സിലായല്ലോ? ഇത് ഇതിനകത്ത് കാണാം, ക്രിക്കോയിഡ് കാർട്ടിലേജ് കാണാം. ഈ ക്രിക്കോയിഡ് കാർട്ടിലേജിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ക്രിക്കോയിഡ് കാർട്ടിലേജിലാണ്. ദെൻ ദേ കൺസിസ്റ്റ് ഓഫ് ആൻ എപ്പെക്സ്, ബേസ് ആൻഡ് 3 sides ആൻഡ് 2 processes. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ എപ്പെക്സ് ഉണ്ട്, അതിനൊരു ബേസ് ഉണ്ട്, പിന്നെ 3 sides ഉണ്ട്, 2 processes ഉണ്ട്. മനസ്സിലായല്ലോ? എപ്പെക്സ്, ബേസ്, മീൻസ് 3 sides ഉണ്ട് ആൻഡ് 2 processes ഉണ്ട്. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആൻഡ് ഇറ്റ് ഗീവ്സ് അറ്റാച്ച്മെൻറ്റ് ഫോർ വേരിയസ് കീ സ്ട്രക്ചേഴ്സ് ഓഫ് ദി ലാരിങ്സ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ ലാരിങ്സിൻ്റെ പല സ്ട്രക്ചേഴ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തിനോടാണ്? ഈ അരിറ്റിനോയിഡ് കാർട്ടിലേജിനോടാണ്. അതിൽ എപ്പെക്സ് മേൾഭാഗം, മനസ്സിലായി? എപ്പെക്സ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദി കോർണിക്കുലേറ്റ് കാർട്ടിലേജ്. കോർണിക്കുലേറ്റ് കാർട്ടിലേജുമായിട്ടാണ് മീൻസ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കോർണിക്കുലേറ്റ് ഒരു പെയർഡ് കാർട്ടിലേജാണ് കേട്ടോ. പിന്നെ ബേസ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദി സുപ്പീരിയർ ബോർഡർ ഓഫ് ദി ക്രിക്കോയിഡ് കാർട്ടിലേജ്. ക്രിക്കോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഒരു മീൻസ് അൺപെയർഡ് കാർട്ടിലേജാണ്. മനസ്സിലായല്ലോ? ക്രിക്കോയിഡ് കാർട്ടിലേജ് അതിൻ്റെ ബേസ് അവിടെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ബേസിലാണ്. മീൻസ് ക്രിക്കോയിഡ് കാർട്ടിലേജിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രിക്കോയിഡ് കാർട്ടിലേജാണ്. ഇനി വോക്കൽ പ്രോസസ്സ്, അതിൻ്റെ 2 പ്രോസസ്സുണ്ട്. 2 പ്രോസസ്സിൽ ഒന്ന് വോക്കൽ പ്രോസസ്സും മറ്റേത് മസ്കുലർ പ്രോസസ്സും. ഇതിലെ വോക്കൽ പ്രോസസ്സ് പ്രൊവൈഡ്സ് അറ്റാച്ച്മെൻറ്റ് ഫോർ ദി വോക്കൽ ലിഗമെൻറ്റ്. വോക്കൽ ലിഗമെൻറ്റിന് വോക്കൽ പ്രോസസ്സ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു. അതുപോലെ മസ്കുലർ പ്രോസസ്സ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ക്രിക്കോ അരിറ്റിനോയിഡ് മസിൽസ്. മനസ്സിലായല്ലോ? മസ്കുലർ പ്രോസസ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ക്രിക്കോ അരിറ്റിനോയിഡ് മസിൽസ്. നമ്മൾ മസിൽസിനെ കുറിച്ച് നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനും നമുക്ക് അതിനുണ്ട് 2 പെയർ ഓഫ് മസിൽസ് ഉണ്ട്, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും മസിൽസൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ മസിൽസിനാണ് ഇപ്പോൾ ഇതിൽ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ക്രിക്കോ മീൻസ് ക്രിക്കോ അരിറ്റിനോയിഡ് മസിൽസിനാണ് ഇത് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അരിറ്റിനോയിഡ് കാർട്ടിലേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് കാർട്ടിലേജാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാരിങ്സിലെ പല സ്ട്രക്ചേഴ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ അരിറ്റിനോയിഡ് കാർട്ടിലേജിലേക്കാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 4 പാർട്സ് ഉണ്ട്. എപ്പെക്സ്, ബേസ്, 2 പ്രോസസ്സസ്. അതിൽ വോക്കൽ പ്രോസസ്സാണ് മസ്കുലർ പ്രോസസ്സ്. ദാറ്റ്സ് അബൌട്ട് ദി അരിറ്റിനോയിഡ് കാർട്ടിലേജ്. ഇനി കോർണിക്കുലേറ്റ് വളരെ ചെറിയതായിട്ടുള്ള 2 കാർട്ടിലേജാണ്. ഇതിൻ്റെ അകത്ത് ഒരു മീൻസ് ഒരു വയലറ്റ് കളറിലുള്ളതാണ്. മനസ്സിലായോ? ചെറിയ 2 പേരുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഓരോന്ന്. ഓക്കെ, മൈനർ കാർട്ടിലേജാണ്. ആൻഡ് ദേ ആർട്ടിക്കുലേറ്റ് വിത്ത് ദി എപ്പിസസ് ഓഫ് ദി അരിറ്റിനോയിഡ് കാർട്ടിലേജ്. അരിറ്റിനോയിഡ് കാർട്ടിലേജിൻ്റെ എപ്പിസസിലോട്ട് അത് കണക്ട് ചെയ്യും. ഓക്കെ, അതാണത്. ഓക്കെ, നെക്സ്റ്റ് ക്യൂണിഫോം. ഇതും വളരെ ചെറിയ ഒരു കാർട്ടിലേജാണ്. കണ്ടോ? നമ്മൾ വളരെ ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. ഈ ബ്ലൂ കളർ മേളിലുള്ള ഒരു ബ്ലൂ കളറിലുള്ളത് കണ്ടില്ലേ? അതാണ് ക്യൂണിഫോം. ചെറിയ ഒരു കാർട്ടിലേജ്, മേലിലുള്ള ബ്ലൂ കളർ കാർട്ടിലേജാണ്. ഓക്കെ, ദീസ് ആർ ലൊക്കേറ്റഡ് വിതിൻ ദി അരിയെപ്പിഗ്ലോട്ടിക് ഫോൾഡ്സ്. മനസ്സിലായല്ലോ? അത് നമ്മൾ ഇതിനൊക്കെ ഒരു മ്യൂക്കോസൽ ഫോൾഡ് ഉണ്ട്. അതിൽ ഒരു ഫോൾഡിൻ്റെ പേരാണ് അരിയെപ്പിഗ്ലോട്ടിക് ഫോൾഡ്. ഈ ഫോൾഡിൻ്റെ ഉള്ളിലാണിത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഒന്നുമില്ല, ബട്ട് ആക്ട് ടു സ്ട്രെങ്തൻ ദി ഫോൾഡ്സ്. ഈ ഫോൾഡിനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ള ഒറ്റ ഫങ്ഷൻ മാത്രമാണ് എന്തിനുള്ളത്? ഈ യൂണിഫോം കാർട്ടിലേജുകളിൽ. വേറെ ഒന്നുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എന്ത്? ദാറ്റ് ഈസ് ദി സ്കെലിറ്റൽ ഓഫ് ദി ലാരിങ്സ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി
ലിഗമെൻറ്റ്സ് ഓഫ് ലാരിങ്സ്. അതായത് 9 ലിഗമെൻറ്റ്സ് ഉണ്ട്. 3 of them are unpaired and 3 are paired. The unpaired ligaments are thyroid cartilage, cricoid cartilage and epiglottis, and the paired cartilages are arytenoid, corniculate and cuneiform. Thank you.